അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച സൂറത്ത് കഹ്ഫ് ഓതാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ചരിത്രം അറിയാത്തവർക്കായി ഞാനിന്ന് നിങ്ങളോട് ചരിത്രം പറയുകയാണ്. ഖുർആനിലെ സൂറത്ത് കഹ്ഫിൽ പ്രതിപാദിച്ചിട്ടുള്ള ഗുഹാവാസികളുടെ ചരിത്രം അത്ഭുതകരമാണ്. നീണ്ട 300 വർഷങ്ങളോളം ഉറക്കത്തിലിരുന്ന യുവാക്കളുടെ ചരിത്രമാണിത്. മരണാനന്തര ജീവിതത്തിനുള്ള ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് സൂറത്തുൽ കഹ്ഫിലെ 9 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഗുഹാവാസികളുടെ ചരിത്രം. വിഗ്രഹാരാധനയും മറ്റനേകം ശിർക്കുകളും കൊടികുത്തി വാണിരുന്ന ദഖ്യാനൂസ് രാജാവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന കുറച്ചു യുവാക്കൾ ഇതിൽ നിന്നെല്ലാം മാറി യഥാർത്ഥ സത്യവിശ്വാസികളായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് ജീവിച്ചിരുന്നു. രാജാവിൻ്റെ ശക്തമായ ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങാതെ അവർ ദൃഢവിശ്വാസികളായി നിലകൊണ്ടു. ബഹുദൈവാരാധകരായ ആ ജനതയോട് അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബാകുന്നു. അവന് പുറമെ യാതൊരു ആരാധനയും ഞങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നതേയല്ല. അങ്ങനെ ആയതിനാൽ തീർച്ചയായും ഞങ്ങൾ ആ ക്രമം പറയുകയായിത്തീരും. ഇവരെക്കുറിച്ച് അറിഞ്ഞ രാജാവ് അവരെ വിളിച്ചു വരുത്തുകയും അന്ത്യശാസനം നൽകുകയും ചെയ്തു. ദുർമാർഗികളായ സഞ്ചാരങ്ങളുടെയും ക്രൂരനായ രാജാവിൻ്റെയും ഒപ്പമുള്ള ജീവിതം അവർക്ക് തീർത്തും ദുസ്സഹമായി തോന്നുന്നു. അങ്ങനെ അവർ ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഗുഹയിലേക്കുള്ള യാത്രയിൽ ഒരു നായം അവർക്കൊപ്പം കൂടി. അള്ളാഹുവിലുള്ള ആ ചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ച് അവർ പ്രാർത്ഥനയുമായി ഗുഹയിൽ കഴിഞ്ഞു. എങ്കിലും രാജാവ് തങ്ങളെ കണ്ടെത്തുമെന്ന ഭയം അവരിലുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ അള്ളാഹു അവർക്ക് ദീർഘമായ ഒരു ഉറക്കം നൽകി. പക്ഷേ അവരെ കണ്ടെത്തിയ രാജാവ് ഗുഹാമുഖം കൊട്ടിയടിച്ചു. എന്നാൽ രാജാവിൻ്റെ പരിവാരങ്ങളിൽ ഉണ്ടായിരുന്ന സത്യവിശ്വാസം മറച്ചു വെച്ചിരുന്ന 2 പേർ ഈ യുവാക്കളുടെ പേരും ചരിത്രവും കൽപ്പനകളിൽ രേഖപ്പെടുത്തി ഒരു ചെമ്പ് പെട്ടിയിൽ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഏകദേശം 300 വർഷങ്ങളോളം അവർ ഉറങ്ങിയെന്നാണ് ഖുർആനിലുള്ള സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഉറക്കത്തിലാണെങ്കിലും പുറമേ നിന്ന് കാണുന്നവർക്ക് അവർ ഉറക്കമാണെന്ന് മനസ്സിലാകാത്ത രൂപത്തിലായിരുന്നു അള്ളാഹു അവരെ ഉറക്കി കിടത്തിയിരുന്നത്. സൂചനകൾ പ്രകാരം അവർ കണ്ണുകൾ തുറന്നു ഇരുവശത്തേക്കും തിരിഞ്ഞും മറിഞ്ഞുമെല്ലാം ആണ് ഉറങ്ങിയിരുന്നത്. അതുമാത്രമല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായ ഗുഹാമുഖത്തിരുന്ന് കാലുകളും നീട്ടി നിൽക്കുന്ന രൂപത്തിലുമായിരുന്നു. ഇത് കാണുന്ന ആളുകൾക്ക് ഭയപ്പെട്ട് പിന്മാറി പോകുമായിരുന്നു. ഇത് അള്ളാഹു അവർക്ക് നൽകിയിരുന്ന ഒരു സംരക്ഷണമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരു ആട്ടിടയൻ തൻ്റെ ആടുകൾക്ക് താവളം ഉണ്ടാക്കുന്നതായി ഈ ഗുഹാമുഖം തുറന്നു. അങ്ങനെ ഏകദേശം 300 വർഷങ്ങൾക്ക് ശേഷം അവർ ഉറക്കത്തിൽ നിന്നുണർന്നു. അവർ പരസ്പരം ചോദിച്ചു, നമ്മൾ എത്ര സമയം ഉറങ്ങിക്കാണും? കുറച്ചധികം ഉറങ്ങിയെന്ന് തോന്നുന്നു. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ, അല്ലെങ്കിൽ പകുതി ദിവസം. തങ്ങൾ വർഷങ്ങളോളം ഉറങ്ങിയ ഒരു സൂചനയും അവർക്കില്ലായിരുന്നു. ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഉറങ്ങിയെന്നായിരുന്നു അവരുടെ ധാരണ. എന്തായാലും ഭക്ഷണം എന്തെങ്കിലും പുറത്തു പോയി വാങ്ങി അവർ തീരുമാനിച്ചു. അതിനായി കൂട്ടത്തിൽ ഒരാളെ അവർ പറഞ്ഞയച്ചു. രാജാവിൻ്റെയോ മറ്റു ശത്രുക്കളുടെയോ കണ്ണിൽ പെടാതെ ശ്രദ്ധിച്ചു പോകാൻ പ്രത്യേക നിർദ്ദേശം നൽകിയാണ് അവർ ഇദ്ദേഹത്തെ സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞയച്ചത്. ഞങ്ങൾ ഇപ്പോഴും ദഖ്യാനൂസിൻ്റെ കാലത്താണ് ജീവിക്കുന്നത് എന്ന ധാരണയായിരുന്നു അവർക്ക്. അങ്ങാടിയിൽ പോയ ആൾക്ക് അവിടെ വന്ന മാറ്റങ്ങൾ അത്ഭുതകരമായി. എന്തായാലും ഭക്ഷണ സാധനങ്ങൾ വാങ്ങി അദ്ദേഹം കയ്യിലുള്ള നാണയങ്ങൾ നൽകി. ഇത് കണ്ട കച്ചവടക്കാരൻ ആശ്ചര്യപ്പെട്ടു. ഇത് പണ്ടത്തെ ദഖ്യാനൂസിൻ്റെ കാലത്തുണ്ടായിരുന്ന നാണയങ്ങളല്ലേ? ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടി? കച്ചവടക്കാരൻ ചോദിച്ചു. യുവാവ് തങ്ങളുടെ അനുഭവങ്ങൾ കച്ചവടക്കാരനോട് വിവരിച്ചു. കച്ചവടക്കാരൻ ഇവരെ ന്യായാധിപൻ്റെ അടുത്തെത്തിച്ചു. യുവാവ് തൻ്റെ കഥകൾ ന്യായാധിപനോട് ആവർത്തിച്ചു. ഞങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഗുഹയിൽ ചെന്നത് എന്ന് യുവാവ് ന്യായാധിപനോട് പറഞ്ഞു. തൻ്റെ കൂട്ടുകാരനോട് കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഗുഹാമുഖത്ത് എത്തി പരിശോധന ന്യായാധിപൻ കൽപ്പന. അവരെ കണ്ടെത്തുകയും സത്യം മനസ്സിലാക്കുകയും ചെയ്തു. അവർ വിവരങ്ങൾ അന്നത്തെ രാജാവായ ബൈദറൂസിനെ വിവരങ്ങൾ അറിയിച്ചു. സത്യവിശ്വാസിയും അള്ളാഹുവിനോട് നിരന്തരം തൻ്റെ പ്രജകളെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കാൻ ദൃഷ്ടാന്തങ്ങൾക്ക് വേണ്ടി തേടുകയും ചെയ്തുകൊണ്ടിരുന്ന ബൈദറൂസ് രാജാവ് വിവരം കേട്ട ഉടനെ ഗുഹാമുഖത്തേക്ക് തൻ്റെ പരിവാരങ്ങളെ സഹിതമെത്തി. കാര്യങ്ങൾ നേരിട്ട് കണ്ട രാജാവ് അതീവ സന്തോഷത്തോടെ അള്ളാഹുവിന് സുജൂദ് ചെയ്തു. പിന്നീട് യുവാക്കൾ തങ്ങളുടെ ഗുഹയിലേക്ക് മടങ്ങുകയും അവിടെ വെച്ച് സ്ഥായിയായി മരണത്തിലേക്ക് മടങ്ങുകയും ചെയ്തു.